നമസ്കാരം. ക്ഷേത്രങ്ങളിൽ നടക്കുന്ന വൻ കൊള്ളകളുടെയും തട്ടിപ്പുകളുടെയും വാർത്തകളാണ് ഇപ്പോൾ ദിനംപ്രതി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഭഗവാന്റെ മുതല് പോലും തട്ടിയെടുക്കുന്ന കള്ളന്മാരായ അധികാരികളുടെ വാർത്തകൾ വളരെ ഞെട്ടലോടെയാണ് നമ്മൾ കേൾക്കുന്നത്. അതിൽ ഏറ്റവും ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ് ശബരിമലയിൽ നടന്ന വൻ തട്ടിപ്പ്. അന്വേഷണം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. അങ്ങനെയിരിക്കെ ഇപ്പോൾ മറ്റൊരു വാർത്ത കൂടി ചർച്ചയാവുകയാണ്. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ ഭരണകാലത്ത് കോട്ടയ്ക്കകത്ത് വേട്ടയ്ക്കൊരുമകൻ ക്ഷേത്രത്തിൽ സമർപ്പിച്ച കായംകുളം ശ്രീചക്രം കാണാനില്ല. 1745 കായംകുളത്ത് നിന്നും രാമയൻതളവ തട്ടിയെടുത്ത വേട്ടയ്ക്കൊരുമകൻ ക്ഷേത്രത്തിൽ സൂക്ഷിച്ചിരുന്ന അപൂർവവും ചരിത്രപ്രസിദ്ധവുമായ ശ്രീചക്രമാണ് കാണാതായത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ക്ഷേത്രം. ശ്രീചക്രം എവിടെയുണ്ടെന്ന് ക്ഷേത്ര ചുമതലക്കാർക്ക് അറിവില്ല. വ്യക്തമായ രേഖകളൊന്നും തന്നെ ദേവസ്വം ബോർഡിന്റെ പക്കലില്ല. കായംകുളം ശ്രീചക്രം ഈ ക്ഷേത്രത്തിൽ സൂക്ഷിച്ചിരുന്നുവെന്ന് കേട്ടുകേൾവിയിലുള്ളവർ പോലും ഇപ്പോൾ വേട്ടയ്ക്കൊരുമകൻ ക്ഷേത്രത്തിലില്ല. പലതവണ കായംകുളത്തെ ആക്രമിച്ച് പരാജയമേറ്റ വാങ്ങിയ മാർത്താണ്ഡവർമ്മ ജ്യോതിഷികളുടെ സഹായത്തോടെയാണ് കായംകുളത്തെ ശ്രീചക്രത്തെക്കുറിച്ച് മനസ്സിലാക്കിയത്. കായംകുളത്തിന്റെ ഉയർച്ചയ്ക്ക് കാരണമായ ശ്രീചക്രം ഏത് വിധേനയും തിരുവനന്തപുരത്തേക്ക് എത്തിക്കാൻ ആഗ്രഹിച്ച മാർത്താണ്ഡവർമ്മ അതിനായി വിശ്വസ്തനായ രാമയൻതളവയെ ചട്ടം കെട്ടുകയായിരുന്നു. ഓടനാടിന്റെ പരദേവതയായി കണക്കാക്കപ്പെട്ടിരുന്ന രാമപുരം ഭഗവതി ക്ഷേത്രത്തിലെ തേവാരപ്പുഴയിൽ സൂക്ഷിച്ചിരുന്ന ശ്രീചക്രത്തെ രാമയൻതളവ കൈക്കലാക്കി തിരുവനന്തപുരത്ത് എത്തിക്കുകയായിരുന്നു. വേട്ടയ്ക്കൊരുമകൻ ക്ഷേത്രത്തിൽ ശ്രീചക്രം സൂക്ഷിച്ചിരുന്നുവെങ്കിലും ദേവസ്വം ബോർഡിന്റെ നിലവിലെ രജിസ്റ്ററുകളിലൊന്നും ശ്രീചക്രത്തെക്കുറിച്ച് സൂചന പോലുമില്ല. ഇതിനിടയിലാണ് വേട്ടയ്ക്കൊരുമകൻ ക്ഷേത്രത്തിലെ ജീവനക്കാർ പരസ്പരമുള്ള പിണക്കങ്ങൾ പോലും തീർക്കുന്നത് ക്ഷേത്ര രജിസ്റ്ററുകൾ കീറിയെറിഞ്ഞാണെന്ന വിവരം പുറത്തെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വേട്ടയ്ക്കൊരുമകൻ ക്ഷേത്രത്തിൽ പരസ്പരം കലഹിച്ച ജീവനക്കാർ രസീത് ബുക്കുകളും രജിസ്റ്ററുകളും കീറി ശുചിമുറിയിലിട്ട് വെള്ളമൊഴിച്ച് നശിപ്പിച്ചിരുന്നു. ക്ഷേത്രത്തിലേക്ക് ലഭിക്കുന്ന ദക്ഷിണയും കാഴ്ച വസ്തുക്കളും പങ്കുവെക്കുന്നതിലെ തർക്കം പലപ്പോഴും കയ്യാങ്കളിയുടെ വക്കോളം എത്തുന്നുണ്ടെന്ന് ഭക്തർ വെളിപ്പെടുത്തുന്നു. ഇടതുപക്ഷ യൂണിയൻ പ്രവർത്തകർ തമ്മിലായിരുന്നു ക്ഷേത്രത്തിലെ കയ്യാങ്കളി. പരസ്പര വൈരം തീർക്കാൻ ഇവർ ക്ഷേത്ര മുതലുകൾ നശിപ്പിക്കുകയായിരുന്നു. ക്ഷേത്രത്തിലെ രജിസ്റ്ററുകൾ നശിപ്പിച്ചതിനൊപ്പം കാണിക്ക വഞ്ചിയിൽ കുങ്കുമം കലക്കിയ വെള്ളം ഒഴിച്ച് കറൻസി നോട്ടുകളെല്ലാം കേടാക്കുകയും ചെയ്തിരുന്നു. ദേവസ്വം വിജിലൻസ് അന്വേഷിച്ച് കുറ്റക്കാരെന്ന് കണ്ടെത്തിയെങ്കിലും ജീവനക്കാർ ഇടതുപക്ഷ പ്രവർത്തകരായതിനാൽ തൊട്ടടുത്ത ക്ഷേത്രത്തിലേക്ക് സ്ഥലം മാറ്റുക മാത്രമാണ് ചെയ്തത്. കുറ്റക്കാർക്ക് അനുകൂലമായ വിധത്തിൽ ഉന്നതങ്ങളിൽ നിന്ന് ശക്തമായ സമ്മർദ്ദം ഉണ്ടായതായാണ് വിവരം. ക്ഷേത്രം ശാന്തിക്കാരനായ ജയപ്രകാശ്, വാച്ചർ ഉദയകുമാർ, തളിയായി ജോലി നോക്കുന്ന രോഹിണി എന്നിവരാണ് കലഹം മൂത്ത് ക്ഷേത്രവകകൾ നശിപ്പിച്ചത്. ഇവരെ യഥാക്രമം ആര്യശാല ക്ഷേത്രം, കമലതാളിച്ചപുരം ക്ഷേത്രം, പുത്തൻചന്ത ദേവസ്വം എന്നിവിടങ്ങളിലേക്കാണ് സ്ഥലം മാറ്റിയത്. കാണിക്ക എണ്ണി തിട്ടപ്പെടുത്തുന്നതിലും വ്യാപക ക്രമക്കേടുണ്ടെന്നാണ് ഭക്തജനങ്ങൾ ആരോപിക്കുന്നത്.